എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പ്രണയമുണ്ട്, പ്രണയമില്ലാത്തവരും ഉണ്ടാവില്ല. ചാലഞ്ചിങ് ആണ്, അതെല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എനിക്ക് ആത്മവിശ്വാസം ഇല്ല, അതിൽ കോൺഫിഡൻസ് ഇല്ല. ഇപ്പം അധികം ഫോണിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുമിച്ചിരുന്നിട്ടുള്ള പാട്ടെഴുത്തൊക്കെ വളരെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. എഴുതി കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് ഈ രചയിതാവിൻ്റെ ഒക്കെ ഒരു ഡ്യൂട്ടി അവസാനിച്ചു എന്നുള്ള രീതിയിലാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രഗത്ഭരായ വ്യക്തികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് നമ്മളോട് സംബന്ധിക്കുന്ന സായാഹ്ന സംഭാഷണ പരമ്പരയുടെ അടുത്ത ഒരു എപ്പിസോഡാണ്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഗാനരചയിതാവും കവിയും എഴുത്തുകാരനുമായ ശ്രീ റഫീഖ് അഹമ്മദാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. ജേർണലിസ്റ്റും ഓഥറുമായ അമിത പ്രകാശ് ശ്രീ റഫീഖ് അഹമ്മദുമായി നടത്തിയ അഭിമുഖത്തിന്റെ അടുത്ത ഭാഗമാണ്. അങ്ങക്ക് ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്നത് പ്രണയകാലം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ്. അന്നത്തെ കാലത്ത് ആ സിനിമയിലെ പാട്ട് എന്ന് പറയുന്നത് ഈ പ്രണയിക്കുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത്ര നാൾ എഴുതിയിരുന്നതിൽ നിന്നും ഒരു അവാർഡ് കിട്ടിക്കഴിയുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ അതൊരു പ്രഷറും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്, അതേപോലെ തന്നെയുള്ള എൻ്റെ അടുത്തുള്ള പ്രതീക്ഷകൾ കൂടുതലാണെന്നോ ഉള്ളൊരു പ്രഷറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് എന്ന രീതി കിട്ടി കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ എഴുത്തുകാരന് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് അത് ബാധിച്ചത്? അതല്ലെങ്കിൽ നമുക്ക് പറയില്ലേ അതിൻ്റെ ഒരു ഈഗോ വരാണ്ടും നോക്കണം, അതിൻ്റെ ഒരു അഹങ്കാരം വരാണ്ടും നിൽക്കണം എന്നുള്ളത്, അതെന്തായിരുന്നു? അതൊന്ന് പറയാമോ? അതായത് ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം സിനിമാ ഗാനമായാലും ശരി, കവിതയാണെങ്കിലും ശരി, എന്തെഴുതുമ്പോഴും ആദ്യമായിട്ട് ഒരു പാട്ടെഴുതുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വേണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിനൊരു കാരണം ഇത് ഭാഷയായിട്ടും കവിത, ഭാഷ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു ഏർപ്പാടാണ്. അതങ്ങനെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയല്ല. കാരണം അത് പിന്നെ കാലാകാലങ്ങളോട് നിൽക്കുന്നതാണ്, പിന്നെ മനുഷ്യർക്ക് ഒരുപാട് സമൂഹം ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം ബോധം എപ്പോഴും ഉണ്ടായിരിക്കും എഴുത്തുകാരന്. അതുകൊണ്ട് അവാർഡ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഏതൊരു പ്രോജക്റ്റിൽ നമ്മൾ ഇറങ്ങുമ്പോഴും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് പോലെ ഏറ്റവും തുടക്കക്കാരനുണ്ടാവുന്ന അതേ ഒരു പിന്നെ ഉത്തരവാദിത്വ ബോധവും പ്രഷറും ടെൻഷനും ഞാനിപ്പോഴും അനുഭവിക്കാറുണ്ട്. അതൊക്കെ കുറേ ചെയ്ത് കഴിഞ്ഞ് ഈസി അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ 2009 സൂഫി പറഞ്ഞ കഥയ്ക്കും അങ്ങേക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടെണ്ണത്തിലും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊരു സിമിലാരിറ്റി എന്ന് രണ്ടും പ്രണയകഥകൾ പറയുന്നതാണ്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിന് പല കവിതകൾ ബാക്കി എഴുതുന്ന സമയത്ത് പ്രണയം എന്നുള്ളതും ആ ഒരു ഇമോഷനെ കുറച്ചും കൂടെ വളരെ സൗന്ദര്യമായിട്ടാണ് സാറ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും ചിലപ്പോൾ അത് വിരഹമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അത് സാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇതുള്ളത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ആ ജോണർ എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ പ്രണയം എന്നുള്ള വികാരം വളരെ മനോഹരമായിട്ട് അവാർഡ് കിട്ടുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ട് എഴുതാനായിട്ട് ഉള്ള ഒരു പ്രചോദനം? അല്ല, ഒന്നാമത് ഈ നമുക്ക് സിനിമ ആവശ്യപ്പെടുന്നതല്ലേ എഴുതാൻ പറ്റുള്ളൂ. സിനിമയുടെ പ്രമേയം മിക്കവാറും എല്ലാ സിനിമകളിലും പ്രണയമായിരിക്കും ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പ്രണയമുണ്ട്, പ്രണയമില്ലാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ എഴുതാനും സന്തോഷകരമായിട്ടുള്ളൊരു ഇഷ്ടമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ മിക്കവാറും എല്ലാ സിനിമകളുടെയും പ്രമേയം പ്രണയമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടും പ്രണയ ഗാനങ്ങൾക്ക് കൂടുതൽ ആർദ്രതയും കൂടുതൽ ആകർഷണീയതയും പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ചെല്ലുന്ന ഒരു സംഗതിയൊക്കെയാണ്. അത് അങ്ങനത്തെ ഒരു വികാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സിനിമാ ഗാനങ്ങൾ എഴുതുന്ന എല്ലാവരും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം പ്രണയം തന്നെയായിരിക്കും. മറ്റു വിഷയങ്ങളൊക്കെ അത്ര കുറവായിരിക്കും. അതാണ് അത്രയേ ഉള്ളൂ. അതിൽ ഏതാണ് സാറിന് മീൻസ് ഏറ്റവും ഇഷ്ടമുള്ള എഴുതാനായിട്ട്? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോന്നുണ്ട്. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നത് സിനിമയിൽ ആവശ്യപ്പെടുന്നു, പക്ഷെ നമുക്ക് പേഴ്സണലി ഇഷ്ടമുണ്ടോ? ഓക്കെ, എനിക്ക് ഈ ജോണറിലുള്ള പാട്ടുകൾ എഴുതണം. അതേപോലെ തന്നെ എഴുതാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ചില ജോണേഴ്സ് ഉണ്ടോ? അങ്ങനെയുള്ള പാട്ടുകൾ മീൻസ് ജോണേഴ്സ് ഏതൊക്കെയാണ്? അല്ല, എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രമേയങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള കാഫേ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് പോലെ കഥയ മാമ എന്നുള്ള അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്ങാണ്. അതുപോലെ പിന്നെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഇടുക്കിയെ പറ്റിയുള്ളൊരു പാട്ട് വന്നു, അത് ഡിഫറെൻ്റ്. അതുപോലെ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള പാട്ട്. കാരണം ഇതൊക്കെ നമുക്കൊരു ചാലഞ്ചിങ് ആണ്. കാരണം മറ്റേ പ്രണയഗാനങ്ങളിൽ ഒരുപാട് നമുക്ക് അവസരങ്ങൾ വരും. അത് ഒരുപാട് ആൾക്കാർ എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ ഒരു പുതിയത് കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ ഒരു ടാസ്ക്കാണത്. കാരണം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കുറേ വിഷയങ്ങൾ നിലാവും മഴയും പൂമ്പാറ്റയൊക്കെ എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ആ പുതിയ ഒരു ബിംബം കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയ ഫ്രഷ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതേപോലത്തെ പിന്നെ
അങ്ങനത്തെ കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ജോണറിലുള്ള പാട്ടുകൾ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറ്. അപ്പോൾ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് സെയിം തന്നെയാണോ? ചാലഞ്ചിങ് ആണ്, അതെല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഏത് പാട്ട് കിട്ടുമ്പോഴും നമുക്ക് ചാലഞ്ചിങ്. അതെങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് മിക്കവാറും ട്യൂണാണല്ലോ കിട്ടുന്നത്. ആദ്യം ആ ട്യൂണനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്യൂണിനോട് കിടപിടിക്കുന്ന രീതിയിൽ ട്യൂണിനൊരു ഭംഗം വരുത്താതെ അവരാഗ്രഹിക്കുന്ന ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എഴുതുക എന്നുള്ളത് ചാലഞ്ചിങ് ആണ്. ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നതും ഒരു സുഖം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഇതിൽ വരികൾ എഴുതി സിനിമയുടെ പാട്ടിലും ബാക്കിയുള്ളതിലും വരികൾ എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണെന്നുണ്ടെങ്കിലും സ്വന്തം പ്രതിഭ തെളിയിക്കുകയും അതേപോലെ തന്നെയാണെങ്കിലും ആ ഫീൽഡിലും ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു ഇച്ചിരി ക്യൂരിയസ് ആയി ഫീൽ ചെയ്തത്, സർ ഡിഗ്രി ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, പക്ഷേ മലയാള സാഹിത്യത്തിലാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയതൊന്നും കണ്ടില്ല. ഇനി മീൻസ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയതാണോ എന്നറിയില്ല. അതെന്തുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് മീൻസ് ഒരു ഡിഗ്രി എടുത്തിട്ട് മലയാളത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എഴുതാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? അല്ല, ഞാനിപ്പോൾ ഈ കോളേജിൽ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ കവിത എഴുതി തുടങ്ങിയിട്ട ആളാണ്. അപ്പോൾ എൻ്റെ കവിതയുടെ അഭ്യാസം എന്നൊക്കെ പറയുന്നത് ഒരു പ്രീ ഡിഗ്രി ഒരു ഹൈസ്കൂൾ കാലം മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് പഠിച്ചു, വായിക്കാൻ, പിന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അല്ലാതെ എഴുതാനൊന്നും എനിക്കതിന് അത്ര ഇത് പോരാ എന്നാണ്. എനിക്ക് ആത്മവിശ്വാസം ഇല്ല, അതിൽ കോൺഫിഡൻസ് ഇല്ല ഇംഗ്ലീഷിൽ. ഇപ്പോൾ കാരണം ഇംഗ്ലീഷ് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്ഡായി. ഇപ്പോൾ പുതിയ ഇംഗ്ലീഷൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അതിൽ മുഴുകണം എന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യാനൊന്നും പറ്റാറില്ല. പഠിക്കാൻ വേണ്ടി പഠിച്ചു, അത്രേ ഉള്ളൂ. സർ ഇപ്പോൾ എന്താ പറയുക, സാറിൻ്റെ എഴുത്തിലേക്ക് വന്നത് പറഞ്ഞു, എഴുത്തിൻ്റെ വഴി പറഞ്ഞു, അതേപോലെ തന്നെ സംഗീത സംവിധായകരായിട്ടുള്ളതെല്ലാം പറഞ്ഞു. പക്ഷേ പലർക്കും ഇപ്പോഴും കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സംവിധാനം, സിനിമയുടെ സംവിധാനം, സംഗീത സംവിധാനം, ബാക്കിയായിട്ടുള്ള എങ്ങനെയാണ് ഈ എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? അതായത് ആദ്യം തന്നെ ഇവരൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ട് സാറിൻ്റെ അടുത്തേക്ക് വരുന്നതാണോ, അല്ലെങ്കിൽ ഈ ഡയറക്ടർ ഈ സാഹചര്യം ഒക്കെ ഡിസ്കസ് ചെയ്ത് സാർ വരികൾ എഴുതിയിട്ടാണോ മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്? എങ്ങനെയാണ്? പിന്നെ അതേപോലെ തന്നെ ആണെങ്കിൽ ഒരു തീം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ചലച്ചിത്രഗാന കലയുടെ അതിനൊരു ചരിത്രമുണ്ട്. അത് ഒരുപാട് പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. ഇന്നത്തെ രീതിയിൽ വെച്ചിട്ടല്ല നമുക്ക് നോക്കുക അതിന്. അപ്പോൾ ആദ്യകാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പാട്ടിനെ അവർ കണ്ടിരുന്നു. കാരണം അന്ന് വേറെ പാട്ടുകളൊന്നും ഇല്ല. നമുക്ക് സിനിമാ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് റേഡിയോയിലൂടെ വരണം, അല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല കേൾക്കണമെങ്കിൽ. റേഡിയോയിലൂടെ വരുന്നതന്നെ ആകാശവാണി തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകൾക്ക്, അപ്പോൾ സിനിമയിലെ പാട്ടുകൾ ആളുകൾ വളരെയധികം ഒരു സിനിമ ഇറങ്ങുന്നേക്കാൾ മുമ്പ് തന്നെ അതിലെ പാട്ടുകളെ പറ്റിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പഴയ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ വയലാർ, പി ഭാസ്കരൻ, അത് പഴയ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം. സ്ക്രീനിൽ അതാണ് കാണിക്കുക. അപ്പോൾ ഇവർ സിനിമയ്ക്ക് മുമ്പ് തന്നെ അവരിരുന്ന് സംഗീത സംവിധായകനും പിന്നെ മ്യൂസിക് ഗാനരചയിതാവും ഡയറക്ടറൊക്കെ കൂടി ഇരുന്ന് കുറേ ദിവസങ്ങളോളം ഇരുന്നിട്ടാണ് പാട്ടിൻ്റെ കാര്യങ്ങൾ. അന്ന് വരികൾ എഴുതും. ആദ്യം വരികൾ എഴുതിയിട്ട് അതിന് പലതരത്തിലുള്ള ട്യൂൺ ചെയ്യും. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ട്യൂണിൽ അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ കാലങ്ങൾ മാറി 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 ഈ ഏറ്റവും പുതിയ കാലം ഇന്നല്ല കുറേ കാലങ്ങളായിട്ട് ഉള്ളൊരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ട്യൂൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദ്യം കാരണം സിനിമയുടെ പഴയ കാലത്ത് പോലെയുള്ള അല്ല, അതിൻ്റെ രൂപങ്ങളൊക്കെ മാറി, സിനിമയുടെ ടെമ്പോ മാറി, അതിൻ്റെ സ്പീഡ് മാറി, പല കാര്യങ്ങളിലും വ്യത്യാസം വന്നു. അപ്പോൾ അതിനോട് യോജിച്ച് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ആലോചിച്ചാൽ മതി, പഴയ ഒരു പാട്ട് ഏതെങ്കിലും നല്ല പാട്ട്, ഭാസ്കരൻ മാഷിൻ്റെ, വയലാറിൻ്റെ, വയൻപിയുടെ നല്ലൊരു പാട്ട് ഇന്ന് ഇറങ്ങിയിട്ടൊരു സിനിമയിൽ ഫിറ്റാവുമോ നോക്കിയാൽ മതി. ഫിറ്റാവില്ല ഒരിക്കലും. അത് ഭയങ്കരമായിട്ട് മുഴച്ച് നിൽക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് പറ്റിയ പാട്ടുകളൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ട്യൂൺ ചെയ്യുന്നു. ആദ്യം ട്യൂൺ ചെയ്തിട്ട് പലരും ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ എം ജയചന്ദ്രനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ചിലപ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. ആദ്യം ഒരു പല്ലവി എഴുതും, അതിന് ട്യൂൺ ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ട്യൂൺ തരും, ഞാനതിന് വരികൾ എഴുതും. അങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സായിട്ട് പോകാറുണ്ട്. പക്ഷേ അധികം നടക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഫുൾ പക്ക ആയിട്ടുള്ള ഒരു ട്യൂൺ തരികയാണ്. താനാനാനാനാനാനാനാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്യൂൺ നമുക്ക് തരുന്നു. അതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത് സംഗീതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫോണിലൂടെ, ഇപ്പോൾ അധികം ഫോണിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുമിച്ചിരുന്നിട്ടുള്ള പാട്ടെഴുത്തൊക്കെ വളരെ കാലങ്ങളായിട്ട്, ഇപ്പോൾ കോവിഡിന് ശേഷം പ്രത്യേകിച്ചും
ഉണ്ടായിട്ടില്ല. അപ്പോൾ മറ്റേത് ഒരുമിച്ച് ഞങ്ങൾ ഇരുന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ ആമിയൊക്കെ ഉള്ള ആമി സിനിമയിലൊക്കെ അതുപോലെ 19-ാം നൂറ്റാണ്ട് ഇതിലൊക്കെ ഞാൻ ജയന്തനും ദിവസങ്ങളോളം ഇരുന്ന്, അതുപോലെ ഒറ്റ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ. അങ്ങനെയുള്ള കുറേ സിനിമകൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ്. പക്ഷേ മറ്റ് പല സിനിമകൾക്ക് ഏറ്റവും അവസാനത്തെ ഇപ്പോൾ പറഞ്ഞ സിനിമ ഉൾപ്പെടെ ബൊഗൈൻവില്ല ഉൾപ്പെടെയുള്ള സിനിമകൾ ട്യൂൺ നമുക്ക് തരുന്നു, ഞാൻ വീട്ടിൽ നിന്നിട്ട് എഴുതുന്നു, വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗായകരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഒന്നും ഉണ്ടാവാറില്ല. റെക്കോർഡിങ് പണ്ടൊക്കെ കുറേ റെക്കോർഡിങ്സിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒന്നും നമുക്ക് അറിയാറില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്ത് തന്നെ നമ്മളറിയില്ല. പാട്ട് ചിലപ്പോൾ യൂട്യൂബിൽ വരുമ്പോഴേക്കേ അറിയുള്ളൂ. എഴുതി കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് ഈ രചയിതാവിൻ്റെ ഒക്കെ ഒരു ഡ്യൂട്ടി അവസാനിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ സംഗീത സംവിധാനം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും രീതിയിൽ അവർ ലിറിക്സ് മാറ്റുകയോ ചേഞ്ച് ചെയ്യുകയോ, കാരണം ചിലപ്പോൾ ഇതാവുന്ന സമയം അതല്ലെങ്കിൽ സാറിനോട് തന്നെ പറഞ്ഞിട്ട് ഓക്കെ ഈ ഭാഗം മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാറല്ലോ, അവരുടെ സ്വന്തം ഇഷ്ടത്തിലൊന്നും ആരും ചെയ്യാറില്ല. അത് അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ അവർ അങ്ങനെ ഒട്ടുമിക്കവാറും എല്ലാം പക്ക അതിന് ശേഷമാണ് റെക്കോർഡിങ്ങിന് പോകാറുള്ളൂ. അല്ലാതെ അങ്ങനെ റെക്കോർഡിങ്ങിന് ഇരിക്കുമ്പോൾ മാറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളൂ.